സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാനവാസ് നിലപാടുകളുടെ രാജകുമാരൻ അവിടെ പകുതി ആൾക്കാർ എന്ന് പറഞ്ഞ ഷാനവാസിനെതിരായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഷാനവാസിന്റെ കൂടെയുള്ളത് അനുമോള്, അനീഷ്, അതുപോലെ തന്നെ ബിന്നി, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിഷൻ. ഇങ്ങനെ 3-4 പേര് മാത്രമാണ് ഷാനവാസിന്റെ കൂടെയുള്ളത്. ബാക്കി എല്ലാവരും മറ്റേ വേട്ടാവളിയന്മാർ മുഴുവൻ ഒരു ഗ്രൂപ്പാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് അക്ബറിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വലിയ സങ്കടം തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അക്ബർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ മാസാണ് പുറകില്, ഞാൻ വലിയ സാബുമോനാണ് വെളിയില് എന്നൊക്കെയാണ് ഈ വിദ്വാൻ വിചാരിക്കുന്നത്. ഇവനിവിടെ നെഗറ്റീവായിട്ട് ഇനി ഇവന്റെ പാട്ട് പോലും നമ്മൾ കേൾക്കത്തില്ല എന്നുള്ളതാണ്. ഞങ്ങള് ഇനി ഇവൻ TV-യിൽ ഇവന്റെ പാട്ടുണ്ടെങ്കിൽ വരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അക്ബർ എന്ന് പറയുന്നവന്റെ പാട്ട് വരെ നിങ്ങൾ കേൾക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവനൊക്കെ ഇത്രമാത്രം എന്നാ അവനൊക്കെ പറയേണ്ടത് പിന്നിൽ നിന്ന് കുത്തുകയെന്നൊക്കെ പറയുന്നില്ലേ. അതായത് അവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ട് നടക്കുകയാണ് ഈ അക്ബർ എന്ന് പറയുന്നവനൊക്കെ. മനസ്സിലാക്കണം നിങ്ങൾ. അവൻ ഷാനവാസിനോടുള്ള പകരം വീട്ടരാ പോലും. അയ്യാ, അവൻ ഷാനവാസിനോട് പകരം ചോദിക്കല്. നീ എന്നെ പണ്ടിത് പറഞ്ഞില്ലടാ. എടോ, ഞാൻ പറയുന്നേക്ക് നമ്മളാരും ഷാനവാസിന്റെ ഇതൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും ഷാനവാസിന്റെ ഫാനൊന്നുമല്ല. പക്ഷേ നിലപാടുകൾക്ക് നമ്മളൊരു ലൈക്ക് കൊടുക്കുന്നു, ഒരു വോട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഷാനവാസിന്റെ അത്ര ചങ്കൂറ്റുള്ളത് അവിടെ ഒരാൾക്കും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ആൾക്കാർ അറ്റാക്ക് ചെയ്തിട്ട്, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ട് ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പവർ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയൊക്കെ വന്നിട്ട്, ബിന്നിക്കൊക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കളിച്ചവരാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മിയുടെ കാര്യം വളരെ മോശം തന്നെയാണ്. ഇന്നലെ വരെ ലക്ഷ്മിക്ക് നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ലക്ഷ്മിയുടെ പേര് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജിസേലിന്റെയും അതുപോലെ തന്നെ ആര്യന്റെയും മറ്റവന്റെയും ഒക്കെ ബാലായിട്ട് നിന്നതുകൊണ്ട് മാത്രം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപം നഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബിന്നി പറഞ്ഞ ഒരു കാര്യമുണ്ടെന്ന്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആദിലയാണ് ഇതിൻ്റെ അകത്ത് കളിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദില കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കളിച്ചിട്ടുണ്ട്. ആദില ഓരോ ആൾക്കാരോടും വന്നിട്ട് ഇതുപോലെ നിവിൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിവിനോട് കൃത്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല? അപ്പൊ ആദില തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കണ്ണി. ഇവിടെയുള്ള ഈ റിയാസ് എന്ന് പറയുന്നവൻ വന്നിട്ട് എല്ലാ കുറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ പുറകെ വെച്ച് കെട്ടിയില്ലേ. പക്ഷെ ഷാനവാസ് അല്ല, യഥാർത്ഥ വില്ലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദില എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതിനെയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരാളോട് പോലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരാളോട് പോലും ഒരു സ്നേഹമില്ല. എന്തിനധികം പറയുന്നത്, പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. മനസ്സിലായ? അതായത് തനിക്ക് ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എല്ലാ സാഹചര്യവും തന്ന ആൾക്കാരെ പറ്റിയിട്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് പിന്നെന്താണ് ആദിലക്ക്. അതുകൊണ്ട് ആദില തന്നെയാണ് ഇത് ഷാനവാസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ്. പക്ഷേ അതോടുകൂടിയിട്ട് ഷാനവാസിന്റെ ശുക്രദശ ആരംഭിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇന്ന് ഷാനവാസിനെ വെല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഒരുത്തനില്ല. അതോടുകൂടി ഷാനവാസ് അങ്ങ് സ്റ്റാറായി നിന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ആദില നൂറ എന്ന് പറയുന്നതിൽ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി പാവാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇനി അതിനും ഇതേപോലെ കുരുട്ടുണ്ടോന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ആദില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അനീഷിനോടൊക്കെ സംസാരിക്കുന്ന ഭാഷ കണ്ടോ നിങ്ങൾ? ഇന്നലെ റിയാസ് വന്നപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ നിങ്ങൾ? തുള്ളിച്ചാടിയിട്ട് എനിക്ക് വേണ്ടപ്പെട്ട എന്തോ ആള് വന്നു. അതുപോലെ നെവിൻ പറയുന്ന കേട്ടിനാ, എനിക്കൊരു വലങ്കയാണ് വന്നത് റിയാസ് വന്നപ്പോഴേ, എനിക്ക് വേണ്ടിയിട്ടാണ് വന്നത് റിയാസ് എന്നൊക്കെ പറയാൻ ഇവരാരടേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ ആരാ ഇവിടെ? ഈ പിന്നെന്താ പറയുക, എനിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരാരെ? ഇതൊരു ഷോയാണ്. അതുപോലും യോമാർ മറന്നു പോകുന്നു. ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ വലിയൊരു കാര്യം ഉണ്ടാക്കാൻ വന്നു. ഇവരെന്ത് കാര്യം ഉണ്ടാക്കാൻ വന്നിയാന്ന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആ ഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാള് എന്നൊന്നുമില്ല. അവിടെ ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. എല്ലാവരും മത്സരാർത്ഥികൾ മാത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനിടയിൽ എങ്ങനെയെങ്കിലും ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവന്മാർ കളിക്കുന്ന ഒരു നാടകമുണ്ട്, ഒരു വൃത്തികെട്ട നാടകം. അത് എല്ലാ സീസണിലും ഉണ്ട്. പക്ഷേ ചില സീസണിലെ ആൾക്കാരെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാദിറ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്തു പോയ സംഭവമാണ്.
ഇവിടെ കളിച്ച സംഭവമാണ്, നമ്മൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഇവരൊക്കെ വന്നിട്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ എന്ന് പറഞ്ഞാൽ നെവിൻ എന്ന് പറയുന്നവനൊക്കെ വെറുപ്പിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവര് ചെയ്തു തന്നെ ശരിക്കും പറഞ്ഞാല് ഇവര് കളിച്ചിരിക്കുന്നത് വേറൊരു ഗെയിമായിരുന്നു. പക്ഷേ അതവിടെ പൊട്ടി തകർന്ന് തരിപ്പണമായിട്ട് ഇന്ന് എല്ലാവരും, അതായത് നെവിൻ എന്ന് പറയുന്നവൻ വെടി തീർന്ന് അങ്ങ് അവസ്ഥയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദിലേന്റെ കാര്യം പിന്നെ പറയാനില്ല, കട്ടപ്പുകയാണ്. നാളെ ഇപ്പോഴേ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരട്ടെ, എന്നിട്ട് വന്ന് അതെടുക്കാൻ വേണ്ടിയിട്ട്. ആദിൽ ഇപ്പൊ പേടിച്ച് വരണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ മാനസികമായിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണായിട്ട് അങ്ങനെ അങ്ങ് എന്താ പറയുക, എന്തോ ആരോടോ ചോദിക്കുന്നത് പോലെ, എനിക്ക് കുഴപ്പമുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആരോടോ ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ തേഞ്ഞ് ഒട്ടി ഇല്ലാതായിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ചങ്കൂറ്റത്തിന്റെ കൂടെ നിന്നവരൊക്കെ ഇന്ന് സ്റ്റാറാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ വില നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഷാനവാസ് എടുത്ത് ഒട്ടിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. ആദിലയുടെ സകല കള്ളത്തരവും പുറത്തു കൊണ്ടുവരണം, അതാണ് വേണ്ടത്. ആദില എന്ന് പറയുന്ന ആ സ്ത്രീയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണം. എടുത്ത് ഉടുത്തിട്ട് ബാലിച്ച് അലക്കണം അവിടുന്ന്, അതാണ് വേണ്ടത് അവിടുന്ന്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ നുണകൾ പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കൈയടി വാങ്ങിക്കാൻ വേണ്ടി നിന്നവരാ. ഇവരെ ആരോ വന്നിട്ടുണ്ട്, റിയാസ് എന്ന് പറയുന്നവൻ ഇവിടെ എല്ലാവരെയും ഇന്നും ചെയ്യും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്ന ടീമുകളാ. മനസ്സിലാക്കണം. പൊതുജനം അങ്ങ് എടുത്ത് ഉടുത്തു കിടന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന്. പൊതുജനങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദില നൂറ എന്ന് പറയുന്ന ആദിലേനെ ഇപ്പൊ കണ്ണെടുത്താ കണ്ടുകൂടാത്ത ആൾക്കാരായി മാറിയിട്ടുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാ നടന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മൂടി വെളിയിൽ വരും. ഇനി എത്ര ദിവസം നമുക്ക് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഇപ്പോൾ യഥാർത്ഥ മുഖം വെളിയിൽ വന്നില്ലേ? ഇനിയാണ് ആദിലേക്ക് പണി കിട്ടാൻ പോകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി പല സ്ഥലത്തു നിന്നും ആദിലേക്കുള്ള ഒളിയമ്പുകൾ വരും. ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ആദില അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾ വരും. നീ എന്തിന് ഇത് ചോദിച്ചു? നീ എന്തിന് നെവിനോട് ചോദിച്ചു? എന്തിന് എല്ലാവരോടും ചോദിച്ചു നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദില കൊച്ച അവിടെ ഇരുന്നിട്ട് മൂങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവര് വിചാരിച്ചെന്താ അറിയാ, ഷാനവാസിനെ അങ്ങ് ഇല്ലാതാക്കുക, ഷാനവാസിന്റെ കൂടെ ചേരുക, കൂടെ ചേർന്നിട്ട് അയാളെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആ സ്പേസിൽ അങ്ങ് കയറാലോ എന്നാണ് ഇവര് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവര് തുപ്പുമ്പോൾ കൂടി നമ്മൾ അവർ ചവിട്ടാൻ കൂടി പാടില്ല. കാരണം വിഷങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരും. നന്ദി, നമസ്കാരം.